ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയ ദൈവമക്കളെ, ഈ ക്വാർട്ടറിലെ 9ാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഈ ഒരു പാഠം പഠിക്കുവാൻ ദൈവം നമുക്ക് നൽകി തന്ന ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഈ പാഠപഠനത്തിൽ ഉൾപ്പെടുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വളരെ സന്തോഷപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നോർത്തുള്ള സെക്ഷന്റെ ഈ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരേണ്ട ഒരു അവസരം നമുക്ക് നൽകി തന്നല്ല. 9ാമത്തെ പാഠം എൻ്റെ തലക്കെട്ടിങ്ങനെ പരാമർശിക്കുന്നു: വാഗ്ദാനങ്ങളുടെ പിൻഗാമികൾ, പ്രത്യാശയുടെ തടവുകൾ. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നത് സഖറിയാവിന്റെ പുസ്തകം 9:12 അത് വായിക്കുന്നത് ഇങ്ങനെയാണ്: പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങി വരുവിൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഈ പാഠത്തിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം എന്താണ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്യമാണ് മനപ്പാഠവാക്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പാഠത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശി ആരാകുന്നു എന്നും ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആരിൽ നിക്ഷിപ്തമാണ് എന്നും അതെപ്പോഴാണ് യഥാർത്ഥമായിട്ട് ലഭിക്കേണ്ട വ്യക്തികൾക്ക് ന്യായമായിട്ട് വീതിച്ചു നൽകുവാൻ കഴിയുന്നത്, ആ ഒരു പ്രത്യേക സമയം എപ്പോഴാണ് സംജാതമാവുന്നത്, അതിനർഹതയുള്ളത് ആർക്കൊക്കെയാണ്, അതുവരെയുള്ള മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ്, ഇതിനെയൊക്കെ പരാമർശിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ആഴ്ചയിലെ പാഠങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ ഗഹനമായ ചില കാര്യങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം നാം ഇന്ന് കാണുന്ന ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ നാം തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നാം ആരാണ്, നാം എന്ത് അടിസ്ഥാനത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത്, അതിന് നമുക്ക് അവസരം നൽകിയത് ആരാവുന്നു എന്നും നമുക്ക് എത്രമാത്രം ഈ ഭൂമിയിൽ അവകാശപ്പെടുവാനുള്ള കാര്യങ്ങളുണ്ട് എന്നതിനെയൊക്കെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ആ ചിന്തയിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഇടങ്ങളിൽ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, വീണ്ടും അവിടുത്തെ തിരുവചനം ചിന്തിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് നൽകി തന്ന നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അടിയങ്ങൾ അവിടുത്തെ കുഞ്ഞുങ്ങളെന്ന നിലയിൽ അടിയങ്ങൾക്ക് പഠിക്കുവാൻ അവിടുന്ന് ഒരുക്കിയിരിക്കുന്നതായ ഈ പാഠഭാഗം പരിശുദ്ധാത്മാവിന്റെ കൃപയിലും സഹായത്തിലും അടിയങ്ങൾ ചിന്തിക്കുമ്പോൾ അടിയങ്ങൾ മനസ്സിലാക്കേണ്ടതായ ദൂതുകളെ തിരിച്ചറിയുവാനും അത് മനസ്സിലാക്കി ഈ ലോകത്ത് അടിയങ്ങൾക്ക് ശേഷിക്കുന്ന സമയം ജീവിക്കാനും അടിയങ്ങൾ ഓരോരുത്തരും ഇവിടുന്ന് സഹായിക്കണം. പൂർണ്ണമായി അവിടുത്തെ കരഞ്ഞിൽ താഴ്ത്തി പരമേൽപ്പിക്കുന്നു. മാനവമത്വം കഥാവെടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് അയച്ചുനിർത്തുന്ന യേശുവിന്റെ നാമം ചോദിക്കുമ്പോൾ കൃപയോട് കിടക്കണം. നല്ല ദൈവമേ, ആമേൻ. നമ്മള് വാക്തത്വങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുടെ പിൻഗാമികളാണ്. നാം എന്ന് പറയുമ്പോൾ ഗോത്രപിതാക്കന്മാർക്ക് ശേഷമുള്ള എല്ലാ ദൈവ മക്കളും, ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ഈ വാഗ്ദാനങ്ങളുടെ പിൻഗാമികളാണ്. കാരണം ദൈവം തൻ്റെ ജനത്തിന് നൽകാം എന്ന് ഗോത്രപിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്ത ഒരു കാര്യമല്ല. തുടർന്ന് നമ്മൾ പ്രവാചകന്മാരിലൂടെ ദൈവത്തിന് വചനം പഠിക്കുമ്പോൾ അനേക കാര്യങ്ങൾ ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ തൻ്റെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ നൽകിയിട്ടുള്ള ഓരോ വാഗ്ദത്തങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം നാം അത് കരസ്ഥമാക്കും വരെ അതിനെ അനുഗമിക്കുന്നവരും അതിനെ പിന്തുടരുന്നവരും അത് നമ്മുടെ ജീവിതത്തിൽ
നമുക്ക് ആത്യന്തികമായിട്ട് ലഭിക്കുന്ന നാൾ വരെ നാം അതിനെ പ്രത്യാശിച്ചുകൊണ്ട്, അല്ലെ അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രത്യാശയിൽ കഴിയുന്നവരാകുന്നു എന്നും ഈ തലവാചകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യാശയുടെ തടവിലാണ് നാം ജീവിക്കുന്നത്. ഓരോ ദിവസവും നമ്മെ ജീവിപ്പിക്കുവാൻ സഹായിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത് ദൈവത്തിലുള്ള ആ വലിയ പ്രത്യാശയാണ്. ഇന്ന് അനേക മനുഷ്യര് ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും മുൻപോട്ട് ജീവിക്കുന്നതും ജീവിക്കാനുള്ള പ്രേരണ പലപ്പോഴും അവർക്ക് നൽകുകയും ചെയ്യുന്നത് ഈ ദൈവത്തിലുള്ള പ്രത്യാശ ഒന്ന് മാത്രമാണ്. പലപ്പോഴും മനുഷ്യരാൽ ത്യജിക്കപ്പെടുമ്പോൾ, കൈവിടപ്പെടുമ്പോൾ പ്രതീക്ഷിക്കുന്ന സഹായങ്ങളോ പ്രതീക്ഷിക്കുന്ന ആശ്വാസ സമാധാനമോ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോഴും പലരും നിരാശപ്പെട്ടു പോകാതെ തങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് കടന്നു പോകണം, ജീവിക്കണം, തങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ഈ ദൈവത്തിലുള്ള പ്രത്യാശ ഒന്ന് മാത്രമാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവരാണ് ജീവിതത്തിൽ പെട്ടെന്ന് വളരെ ദുഃഖകരമാവുന്ന ചില തീരുമാനങ്ങളിലേക്ക് കടന്നു പോകുന്നതോ അവരുടെ ജീവിതങ്ങളെ നശിപ്പിക്കുന്നതോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികളാണ്. ഇപ്പൊ ജീവിതത്തിൽ പ്രത്യാശ എന്ന് പറയുന്നത് ഓരോ ദിവസവും നമ്മളെ മുൻപോട്ട് ജീവിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ആ ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യാശയുടെ തടവുകാരല്ല, ആ പ്രത്യാശയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അതൊരു തടവായിട്ട് നമുക്ക് തോന്നണമെന്നില്ല. പക്ഷെ തടവ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് അതിനെ മറികടന്ന് അല്ലെങ്കിൽ അതിന് പുറത്തു പോകുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ അതിനെ കാണുവാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ അവസാനം പഠിച്ചത് ദൈവം മോശെ മുഖാന്തരം യോശുവയ്ക്ക് നൽകിയ നിർദ്ദേശപ്രകാരം കനാൻ ദേശം ഇസ്രായേൽ ജനത്തിന് ഗോത്രങ്ങൾക്ക് വിഭാഗിച്ച് കൊടുക്കുന്നതും കാലേബിന്റെ അവകാശം യോശുവയോട് ഓർമ്മപ്പെടുത്തുന്നതും എല്ലാവർക്കും കനാൻ ദേശം വിഭാഗിച്ചു കൊടുത്തതിന് ശേഷം അവശേഷിച്ച ഭാഗം യോശുവ എടുക്കുന്നതും അങ്ങനെ ദൈവം തന്റെ ജനത്തിന് നൽകിയ ആ ദേശം അവർക്ക് വിഭാഗിച്ചു കൊടുത്തുകൊണ്ട് അവരോട് ആയിരിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മൾ കഴിഞ്ഞ പാഠം അവസാനിച്ചപ്പോൾ നാം കണ്ടത്. ഇവിടെ ഈ കനാൻ ദേശം ഇസ്രായേലിന്റെ ഗോത്രങ്ങൾ വിഭാഗിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഓരോ പ്രദേശങ്ങളും പ്രത്യേകമായിട്ട് നൽകിയിരുന്നു. അതിന് അതിരുകളും അടയാളങ്ങളും ഉണ്ടായിരുന്നു, അതിന് വിസ്തൃതി ഉണ്ടായിരുന്നു, പല പ്രത്യേകതകളും ആ പ്രദേശങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഗോത്രങ്ങൾക്കും പ്രത്യേകം സ്ഥലങ്ങൾ വിഭാഗിച്ചു കൊടുത്ത് അത് അവരുടേതായിട്ട് അവർ കേൾപ്പിച്ചു കൊടുത്തു എന്ന് നമ്മളിവിടെ കാണുമ്പോൾ ഈ ലോകത്തിൽ സമൂഹമായി മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ സമാധാനപരമായിട്ടുള്ള സഹോദരത്വത്തിന് ഇത്തരത്തിലുള്ള ചില ക്രമീകരണങ്ങൾ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭൗതികമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വേർതിരിവും അതിരുകളും അടയാളങ്ങളും ഒക്കെ മനുഷ്യൻ നൽകുന്നു എങ്കിലും ഇതൊന്നും ഒരു ശാശ്വതമായ ഒരു തീരുമാനങ്ങളോ ശാശ്വതമായ ഒരു അവകാശമോ ശാശ്വതമായ അതിർവരമ്പുകളോ അടയാളങ്ങളോ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, ഈ ഭൂമി ആർക്കാണ് ആത്യന്തികമായിട്ട് സ്വന്തമാകുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. അത് കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവോടുകൂടി തീരുമാനിക്കപ്പെടുന്നതും ആ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ജനത്തിന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഭാവി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയായാൽ അത് നമുക്ക് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ അതിർവരമ്പുകളും ഇന്ന് നാം കാണുന്ന വിവിധ രാഷ്ട്രങ്ങളും വിവിധ പ്രദേശങ്ങളും അതുപോലെ പല ജനവിഭാഗങ്ങളും ഒക്കെ ഇന്ന് ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും നാം മനസ്സിലാക്കുന്നത് ഈ ആധുനിക ലോകത്തിൽ പോലും എത്രയോ ജനസമൂഹങ്ങൾ അവരധിവസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി പുറപ്പെടേണ്ട അല്ലെങ്കിൽ അവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ട് അനേക പലായനങ്ങൾ പല ദേശങ്ങളിലേക്ക് ഉണ്ടാവുന്നതും അനാഥരായിട്ട് പോകുന്നതും അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് മാറുന്നതുമായിട്ടുള്ള ചിത്രം ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെ ഒരു സമൂഹം മുഴുവനും തങ്ങൾ വസിക്കുന്ന അല്ലെങ്കിൽ അധിവസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും അവർക്ക് ഒരിടവുമില്ലാതെ
അലഞ്ഞു നടക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, നമ്മളിപ്പോൾ പറഞ്ഞ ഈ അതിർവരമ്പുകളും അടയാളങ്ങളും വായിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളൊന്നും ആർക്കും ഒരു കാലത്തും അവസാനം വരെയും സ്വന്തമാണ് എന്ന് പറയുവാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അനേക വർഷങ്ങൾ ഒരു ഭൂപ്രദേശത്ത് അധിവസിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ സംസ്കാരമുണ്ട്, അല്ലെങ്കിൽ അവിടെ ജനിച്ചു വളർന്ന മനുഷ്യരാണ് എന്ന് പറയുന്നവർ പോലും അവിടുന്ന് തിരസ്കരിക്കപ്പെടുന്നതിന്റെ കാരണവും ഇതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ സംഭവിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും തങ്ങൾ അധിവസിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ ആ ഭൂപ്രദേശം അല്ലെങ്കിൽ ആ സ്ഥലം തങ്ങൾക്ക് സ്വന്തമാണ്, തങ്ങൾ അവിടെ സ്ഥിരമായിട്ട് വസിക്കുമെന്ന് ആർക്കും അവകാശപ്പെടുവാൻ കഴിയില്ല. കാരണം അത് തീരുമാനിക്കുന്നത് ഈ മനുഷ്യരോ അല്ലെങ്കിൽ അവരെ നയിക്കുന്നവരോ അല്ലെങ്കിൽ അവരെ ഭരിക്കുന്നവരോ അല്ല. അതിലപ്പുറമായിട്ട് അതിന് ചില ഉടമസ്ഥാവകാശമുണ്ട് എന്നുള്ളതെന്ന് മനസ്സിലാക്കുകയാണ്. കാരണം ഭൂമിയുടെ അനന്തരാവകാശികൾ എന്ന് പറയുന്നത് ഈ ഭൂമുഖത്ത് ഇന്ന് ജീവിക്കുന്ന മനുഷ്യരല്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ദൈവം പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം തന്റെ ജനമായ ഇസ്രായേലിന് നൽകുമെന്ന് പറഞ്ഞപ്പോൾ ആരോട് സംസാരിച്ചു, ആ വാഗ്ദത്തം ആര് കേട്ടു, ആ ജനമല്ല ആ വാഗ്ദത്ത നാട് അവകാശമായി അല്ലെങ്കിൽ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ യോഗ്യരായി തീർന്നത് എന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് ഏത് ജനവിഭാഗത്തിന്റെയും ജീവിതത്തിന്റെ ഒരു പരിധിയുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും നാം അധിവസിക്കുന്ന ദേശം അല്ലെങ്കിൽ അധിവസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമല്ല. നാം അത് ദൈവം തരുന്ന ഒരു ദാനമായിട്ട് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം തരുന്ന ഒരു സമ്മാനമായിട്ട് കണ്ടുകൊണ്ട് നമുക്കത് സ്വീകരിക്കുകയും നാം അവിടെ വസിച്ചുകൊണ്ട് നാം എങ്ങനെ ആയിരിക്കണം എന്നും ചില കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കാണുന്നത് ഏദന്റെയും കനാന്റെയും തമ്മിലുള്ള ഒരു താരതമ്യം അല്ല, അത് തമ്മിലൊരു ബന്ധത്തെ കുറിച്ചാണ്. ഇപ്പോ ഏദൻ തോട്ടം നമുക്കറിയാം, ഈ ഭൂമിയിൽ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യരെ അധിവസിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരെ താമസിപ്പിക്കുവാൻ എല്ലാ പൂർണ്ണതയോടും കൂടി, എല്ലാ സൗന്ദര്യത്തോടും കൂടി, എല്ലാ കാര്യങ്ങളും വളരെ സുലഭമായി ലഭിക്കുന്ന വളരെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പൂർണ്ണതയുടെ അനുഭവമായിരുന്നു ഏദൻ തോട്ടമെന്ന് നമ്മൾ എടുത്തു പറയാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മളത് അനേക ആവൃത്തി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ഏദൻ തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭൂമിയിലേക്ക് ദൈവം തന്റെ ആദ്യ സൃഷ്ടികളെ അവിടെ താമസിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ സൃഷ്ടി അല്ലെങ്കിൽ ആദവും ഹവ്വയും ആ ദേശം അല്ലെങ്കിൽ ആ ഏദൻ തോട്ടം തങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ആ ദൈവത്തോട് ദൈവം ചെയ്ത ഉടമ്പടി പ്രകാരം എത്രമാത്രം ആത്മാർത്ഥതയും വിശ്വസ്തയും ഉള്ളവരായിട്ട് കഴിയണമായിരുന്നു എന്ന് അവര് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് കൊണ്ട്, അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത് കൊണ്ട് തന്നെ ആ മനോഹരമായ ഏദൻ തോട്ടത്തില് അവർക്ക് ദൈവം ആഗ്രഹിച്ചതുപോലെയും ഒരുപക്ഷെ അവർ ചിന്തിച്ചതുപോലെയും താമസിക്കുവാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് പുറത്താകേണ്ട അവസ്ഥ അവർക്കുണ്ടായി. അതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് അറിയാം. ഇപ്പൊ ഏദൻ തോട്ടം ആദവിനും ഹവ്വയും ദൈവം നൽകിയത് അവരുടെ അധ്വാന ഫലം കൊണ്ടോ അവരുടെ ഇഷ്ടം കൊണ്ടോ അവരുടെ താല്പര്യപ്രകാരം അത് സൃഷ്ടിച്ചതോ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതോ ആയ ഒരു സ്ഥലമല്ല ഏദൻ തോട്ടം എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി ദൈവം രൂപകൽപ്പന ചെയ്ത് ഏറ്റവും മനോഹരമാക്കി പൂർണ്ണതയിൽ അല്ലെങ്കിൽ സൃഷ്ടിച്ച ഒരു മനോഹരമായ ഇടമായിരുന്നു ഏദൻ തോട്ടം. അത് ആദവനും ഹവ്വയ്ക്കും സമ്മാനമായിട്ട് ദാനമായിട്ട് ദൈവം നൽകിക്കൊണ്ട് അവരവിടെ ആക്കിയപ്പോ തങ്ങൾക്ക് ഒന്നും ചെയ്യാതെ, തങ്ങളുടെ ഒരു പ്രയത്നവുമില്ലാതെ, തങ്ങളുടെ അധ്വാനമില്ലാതെ, അല്ലെങ്കിൽ തങ്ങളുടെ ആഗ്രഹമില്ലാതെ, അല്ലെങ്കിൽ തങ്ങളുടെ നിർദ്ദേശമില്ലാതെ തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായ ഒരു തോട്ടത്തിൽ ദൈവം പറഞ്ഞ നിബന്ധനകൾ മാത്രം അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവർക്ക് കഴിയാതെ വന്നതുകൊണ്ടാണ് അതിൽ നിന്ന് അവർക്ക് പുറത്ത് പോകേണ്ടി വന്നത്. ഇവിടെ നമ്മൾ കനാൻ ദേശത്തെ കുറിച്ച് പറയുമ്പോഴും ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് കനാൻ ദേശം ദൈവം വാഗ്ദത്തം നൽകി എങ്കിൽ പോലും ആ കനാൻ ദേശം കൈവശമാക്കുവാനോ അല്ലെങ്കിൽ അവിടെ താൻ വാഗ്ദത്തം ചെയ്ത അല്ലെങ്കിൽ ആദ്യ പിതാക്കന്മാരോട് പറഞ്ഞിരുന്ന ആ വംശത്തെ അല്ലെങ്കിൽ ആ തലമുറയെ അവർക്കത് നൽകുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടായിട്ടും അവർക്ക് അത് പ്രാപിക്കുവാൻ കഴിയാതെ വന്നത് ദൈവവും അവരും തമ്മിലുള്ള ബന്ധത്തിൽ ചില വൈകല്യങ്ങൾ കൊണ്ടും വീഴ്ചകൾ കൊണ്ടും ലംഘനങ്ങൾ കൊണ്ടുമാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ദേശം അവർക്ക് കൈവശമാക്കുവാൻ കഴിയാതെ പോയത്
ആ ദൈവത്തോടുള്ള അവരുടെ ആ ബന്ധത്തിൽ, അവരുടെ സ്നേഹത്തിൽ, വിശ്വാസത്തിൽ വിള്ളൽ വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ആ ജനത്തിന് അത് കൈവശമാക്കാൻ കഴിഞ്ഞില്ല. അവർ മരുഭൂമിയിൽ പട്ടുപോയി എന്ന് നമ്മൾ വചനത്തിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ ആ ദേശം ദൈവം തന്റെ ജനത്തിനല്ലേ, ഇസ്രായേലിന്റെ പിന്മുറക്കാർക്ക് അത് നൽകി. എന്നാൽ അത് അവർക്ക് ലഭിച്ചതും അവരുടെ ശ്രമത്തിന്റെ ഫലമായിട്ടോ അവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ അവരുടെ മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സവിശേഷത കൊണ്ടോ അല്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം പലപ്പോഴും ദൈവം ആ വാഗ്ദത്ത ദേശം നൽകുവാൻ വേണ്ടി ഈ ജനത്തോടു കൂടെ സഞ്ചരിക്കുമ്പോൾ അവരോട് കൂടെ നിന്ന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും ഉപദേശിക്കുകയും മുന്നറിയിപ്പ് കൊടുക്കുകയും പലപ്പോഴും അവരുടെ വീഴ്ചകളെയും അവരുടെ കുറവുകളെയും ക്ഷമിച്ചുകൊണ്ട് അവരുടെ ക്ഷമ കാണിച്ചുകൊണ്ട് പലപ്പോഴും അവരോട് മനസ്താപമുള്ള ദൈവമായിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്ത് ആ വാഗ്ദത്ത കനാൻ അവർക്ക് വിഭാഗിച്ചു കൊടുക്കുവാൻ മോശയുടെ കാലശേഷം യോശുവയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ദൈവം മോശയോട് പറഞ്ഞ കാര്യം യോശുവയോട് സംസാരിച്ച ആ വാക്ക് അതുപോലെ അനുസരിച്ചുകൊണ്ട് യോശുവ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴും അത് ആ ജനത്തിന്റെ മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ശ്രേഷ്ഠത കൊണ്ടോ അല്ല, മറിച്ച് അത് ഒരു വലിയ ദാനമായിട്ട്, ഒരു സമ്മാനമായിട്ട് ദൈവം അവർക്ക് കൊടുത്ത കാര്യമാണ്. മാത്രമല്ല ആ ഇസ്രയേലിന് ആ ഭൂമി ലഭിച്ചത് ഒരു ശാശ്വതമായ ഒരു അവകാശമായിട്ടോ ഒരു അനന്തരാവകാശമായിട്ടോ അല്ല, അത് ദൈവകൃപയാൽ അവർക്ക് ലഭിച്ചുവെന്ന് ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം നമുക്ക് വാഗ്ദത്തം നൽകുന്ന വാഗ്ദത്ത കനാൻ അല്ലെങ്കിൽ സ്വർഗീയ കനാൻ, അത് നമുക്ക് എങ്ങനെ പ്രാപിക്കുവാൻ യോഗ്യതയുള്ളവരെ തീരുവാൻ കഴിയും, അതിന് നാം എന്ത് ചെയ്യുന്നുണ്ട്, അതിനെത്ര തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നുണ്ട്, അതിനെത്ര ഒരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്, അതിനുള്ളത്ര മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ പരിശീലനം നമുക്ക് ഉണ്ട്, എത്രമാത്രം ആ വിശ്വാസം നമ്മളിൽ ദിനംതോറും വളരുന്നുണ്ട്, ആ പ്രത്യാശ നമ്മൾ എത്രമാത്രം വഴി നടത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ തലക്കെട്ടിൽ വായിച്ചതുപോലെ പ്രത്യാശയുടെ അല്ലെങ്കിൽ ആ ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ തടസ്സങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന് പുറത്തു പോകാതെ ദൈവത്തിന്റെ പ്രത്യാശയിൽ മാത്രം നിലനിന്ന് ജീവിക്കുവാനുള്ള നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ദൈവം നമുക്ക് ഒരുക്കുന്ന വാഗ്ദത്ത കനാൻ നമുക്കും പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ആ അവകാശത്തിലേക്ക് വിളിച്ചു ചേർക്കാനുള്ള ഒരു ഒരുക്കവും സമർപ്പണവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യോഗ്യരായി തീരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നാം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന വിശ്വാസത്തിലും എന്ന ചിന്തയിലും ജീവിക്കുന്നത് എന്ന് നമ്മോട് തന്നെ ഒരു ആത്മവിശ്വാസം നടത്തിക്കൊണ്ട് യഥാർത്ഥമായിട്ട് ദൈവം ശാശ്വതമായി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദാനമായി നമുക്ക് നൽകും എന്ന് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത കനാൻ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു ബന്ധം, അത്തരത്തിലുള്ള ഒരു വളരെ ഒരു ഈടാർന്ന ഒരു സഹവാസം നമ്മുടെ ദൈവമായിട്ട് നമുക്ക് ഉണ്ടോ, അതോ ഇസ്രായേൽ ജനത്തെ പോലെ ദൈവത്തോട് മറുതലിച്ചുകൊണ്ട് മത്സരിച്ചുകൊണ്ട് അവിശ്വസിച്ചുകൊണ്ട് പലപ്പോഴും ലംഘനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നമ്മൾ അവസരം കൊടുത്തുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നാം എപ്പോഴും ദൈവത്തിൽ നിന്ന് പിന്മാറുന്ന അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ അകന്നു പോകുന്ന അനുഭവമുള്ളവരായിട്ടാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അതോ നമുക്ക് ദൈവം ഒരുക്കുന്ന ഭൂമിയിൽ ഉപരിയായിട്ട് ഈ ലോകത്ത് നാം ഇന്ന് കാണുന്ന അല്ലെങ്കിൽ നാം ഇന്ന് അധിവസിക്കുന്ന ഈ ദേശം നമുക്ക് സ്വന്തമാണ്, ഈ ഭവനം നമുക്ക് സ്വന്തമാണ്, ഇത് നമുക്ക് എന്നും അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ശാശ്വതമായിട്ട് അവിടെ വസിക്കുവാൻ കഴിയും, ആ വാസം നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയുമോ, അങ്ങനെ സാധിക്കുമോ? ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വാഗ്ദത്ത കനാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന, അത് പ്രത്യാശിക്കുന്ന നാം ഓരോരുത്തരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ തീർച്ചയായിട്ടും താൻ ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ നമുക്കും അതിന്റെ ഓഹരിക്കാരായി തീരുവാൻ കഴിയണമെങ്കിൽ ആ ഇസ്രായേലിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായി നിന്നുകൊണ്ട് നാം പ്രത്യാശയിൽ ജീവിക്കുവാനും ആ വാഗ്ദാനങ്ങളെ, ദൈവ വാഗ്ദാനങ്ങളെ പിന്തുടരുവാനും ആ വിശ്വാസം നമ്മളിൽ അതിശക്തമായിട്ട് നിലനിന്നുകൊണ്ട് കർത്താവിന്റെ ആ വലിയ വാഗ്ദത്തങ്ങളെ നാം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കുമ്പോൾ മാത്രമാണ് ദൈവം ഒരുക്കുന്ന ആ വലിയ അവകാശം നമുക്ക് ദൈവം ദാനമായി തന്നത് സ്വീകരിപ്പാൻ നമുക്ക് ഇടയായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നാം അടുത്തതായിട്ട് ചിന്തിക്കുന്നത്, നമ്മൾ കാണുന്നത് ദേശം ഒരു ദാനമാണ് എന്ന്. അത് നമുക്ക് ഏവർക്കും അറിയാം. കാരണം ഇന്നീ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരും ആരുമായിക്കൊള്ളട്ടെ, ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുമായിക്കൊള്ളട്ടെ, അത് അമേരിക്കയിലായാലും അല്ലെങ്കിൽ യൂറോപ്പിലായാലും അല്ലെങ്കിൽ ഏഷ്യയിലായാലും
ആഫ്രിക്കയിലായാലും അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലായാലും എവിടെയായാലും ജീവിക്കുന്ന ഒരു മനുഷ്യനും ഈ താങ്കൾ ജീവിക്കുന്ന ആ ഭൂമിയെക്കുറിച്ച് ഒരു അവകാശവാദവും പറയുവാൻ കഴിയില്ല എന്നത് സത്യമായ ഒരു കാര്യമാണ്. പലർക്കും ഒരുപക്ഷെ അതിനുള്ള രേഖകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പലരും അവിടെ വർഷങ്ങളായിട്ട് ജീവിക്കുന്നവരാണെന്ന് പറയാം, അല്ലെങ്കിൽ മറ്റു ചിലർ പറയുന്നുണ്ടാവാം നമ്മുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇവിടെ ജീവിച്ചവരാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇവിടെ ജനിച്ചു വളർന്നവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളാണെന്നൊക്കെ പലർക്കും പറയാം, അവകാശവാദമൊക്കെ ഉന്നയിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ രേഖകളൊക്കെ സമർപ്പിക്കാം. എങ്കിൽ പോലും നമുക്കറിയാം ഇത് നമ്മൾ ഉണ്ടാക്കിയ ഭൂമിയല്ല, അല്ലെ നാം കൊണ്ടുവന്ന ഭൂമിയല്ല, അല്ലെ നാം ഇതിനോട് കൂട്ടിച്ചേർത്ത ഒരു ദേശത്തല്ല നാം ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തല്ല നാം ജീവിക്കുന്നത്. നാം ജീവിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ദാനമായി കിട്ടിയത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഇത് ആരും കൊണ്ടുവന്നതല്ല, ആരും ദാനമായിട്ട് ഇവിടെ കൊടുത്തതുമല്ല, ആരും സൃഷ്ടിച്ചതുമല്ല എന്ന് നമുക്ക് അറിയാം. മാത്രമല്ല ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ പ്രദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തിലെ മനുഷ്യന് അധിവസിക്കുവാൻ കഴിയുന്ന ഈ കരപ്രദേശം എന്ന് പറയുന്ന ഭാഗങ്ങൾ, അതിന്റെ വിസ്തൃതി നമുക്കറിയാം പലപ്പോഴും അത് കൂടിയും കുറഞ്ഞും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഭൂപ്രദേശങ്ങൾ പലതും നഷ്ടപ്പെട്ടുകൊണ്ട് അതിന്റെ ഭൂഭാഗത്തിന്റെ ഏരിയ കുറഞ്ഞു വരുന്നതായിട്ടും, ചില ഭാഗങ്ങളിൽ താൽക്കാലികമായിട്ട് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും പിന്നെ അതിന് വ്യത്യാസം വീണ്ടും സംഭവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തന രീതി ഇപ്പോൾ ഈ ഭൂമിയുടെ ജനം അധിവസിക്കുന്ന കരഭാഗത്തെ സംബന്ധിച്ച് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പ്രകൃതിക്ഷോഭങ്ങളാൽ അതുപോലെ മറ്റ് അനേക നാശങ്ങളാൽ ഈ ഭൂമി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യർക്ക് അധിവസിക്കാനുള്ള ആ ഇടത്തിന്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പരിമിതി അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന അനേക സാഹചര്യങ്ങൾ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും മനുഷ്യർക്ക് താമസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പരിസ്ഥിതി ഉണ്ട്. പലതും ഇന്നത്തെ പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും പ്രയാസങ്ങളും ഭൂകമ്പങ്ങളും അതുപോലെ വെള്ളപ്പൊക്കം, വരൾച്ച, ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് മനുഷ്യന് അധിവസിക്കാൻ കഴിയാത്ത ഇടങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും മനുഷ്യന് അതിനെ തടഞ്ഞു നിർത്തുവാനോ അല്ലെങ്കിൽ അതിന് പരിഹാരം കാണുവാനോ അല്ലെങ്കിൽ ഭൂമി ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ അത്രയും അല്ലെങ്കിൽ ഒരു വിപുലമായ രീതിയിൽ അതിന്റെ വ്യാപ്തി അതിലേക്ക് കൊണ്ടുവരുവാനോ നിലനിർത്തുവാനോ മനുഷ്യന് നിസ്സഹായനാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ഭൂമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേശം എന്ന് പറയുന്നത് ഒരു ദാനമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, പ്രിയമുള്ളവരെ, പ്രവാസികളും പ്രദേശികളുമായ നിങ്ങളെ ആത്മാവിനോടുകൂടെ പോരാടുന്ന പെടിയ മോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കുന്നു. ഈ ദാനം ആയി ലഭിച്ച ഭൂമിയിൽ അധിവസിക്കുന്ന അനേക ജനങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ മക്കളാവുന്ന നാം എങ്ങനെ ജീവിക്കണം എന്നാണ് ഇവിടെ പത്രോസ് തന്റെ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ മക്കളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് അവരിലൂടെ എങ്ങനെയാണ് നാം സ്നേഹിക്കുന്ന അല്ലെ നമ്മെ സ്നേഹിക്കുന്ന നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നത്? നമ്മുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് ദൈവത്തെ മറ്റുള്ളവര് മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ പ്രവൃത്തി അവിടെ മുമ്പിൽ നന്നായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മെപ്പോലെ അല്ലെങ്കിൽ ഈ ഭൂമി ദാനമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ആ തിരിച്ചറിവുണ്ടാകുവാനും ആ ഭൂമി ദാനമായിട്ട് തന്ന ആ ദൈവത്തെ മനസ്സിലാക്കുവാനും ആ ദൈവത്തിന്റെ ഭാവനസ്കത തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുവാനും നമ്മുടെ നല്ല പ്രവൃത്തികൾ മറ്റുള്ളവരെ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ, അത്തരത്തിൽ അവരുടെ ചിന്തകളെ നമുക്ക് ആകർഷിക്കുവാൻ നമ്മുടെ നല്ല പ്രവൃത്തികൾക്ക് കഴിയുന്നുണ്ടോ എന്നുകൂടി ഈ വാക്യത്തിലോട് ചേർത്ത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അപ്പോൾ തീർച്ചയായും ഇസ്രയേലും ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവം തമ്മിൽ ഒരു വലിയ ബന്ധം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത് നിലനിർത്തിക്കൊണ്ട് ആ ഇസ്രയേലിലൂടെ ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്തെ, ദൈവത്തിന്റെ മഹത്വത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ രക്ഷ ഇസ്രയേലിലൂടെ സംഭവിക്കുവാനും അതിന് അവര് ഉപകരണങ്ങളായി മാറുവാനും ദൈവം ആഗ്രഹിച്ചിരുന്നുവെങ്കിലും
പലപ്പോഴും അവർക്കത് പൂർത്തീകരിക്കുവാനോ ചെയ്യുവാനോ കഴിഞ്ഞില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ അവർക്ക് തീർച്ചയായും ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ നമുക്കൊരു അനുഗ്രഹവും വേറെ നേടുവാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൽ ലഭിക്കുന്നതാണ്. മറ്റൊരു മനുഷ്യർക്കും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികൾക്കും വേറൊരാളെ അനുഗ്രഹിക്കുവാനോ അനുഗ്രഹം കൊടുക്കുവാനോ ഒരു മനുഷ്യനും കഴിയില്ല. അനുഗ്രഹം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ കഴിയണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകണമെങ്കിൽ ആ അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മൾ യോഗ്യത ഉള്ളവരായിത്തീരണം. എങ്കിൽ മാത്രമേ ആ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആ അനുഗ്രഹം ലഭിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ദൈവമക്കളായിട്ട് ജീവിക്കാൻ കഴിയൂ. ഇല്ലാതെ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരിക്കലും ദൈവത്തിന്റെ മക്കളാണെന്ന് അവകാശപ്പെടുവാൻ കഴിയില്ല. കാരണം അങ്ങനെ അവകാശപ്പെടണമെങ്കിൽ ആ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. അനേക ഗോത്രപിതാക്കന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹം നിലനിന്നിരുന്നുവെന്ന് അനേകർക്ക് മനസ്സിലാക്കുവാൻ ഇടയാവുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെയൊക്കെ ജീവിതത്തിലെ പ്രത്യേകതയെ മറ്റുള്ളവർക്ക് പഠിക്കുവാനും അല്ലെങ്കിൽ അത് ചോദിച്ചറിയുവാനും ഇടയായി തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലായ്പ്പോഴും നമ്മുടെ ദൈവം വിശ്വസ്തനും വാക്ക് പാലിക്കുന്നവനും ആയതുകൊണ്ട് തീർച്ചയായും നമുക്ക് വാഗ്ദത്തം നൽകാം എന്ന് പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളും, അത് ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളായിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും അത് നമുക്ക് നൽകുവാൻ ദൈവം ഇപ്പോഴും വിശ്വസ്തനും നല്ലവനുമാണ് എന്ന് ദൈവത്തിന് വേദന പറയുമ്പോൾ അത് പ്രാപിക്കുവാൻ നമുക്ക് യോഗ്യതയുള്ളവരായി നമ്മൾ ഈ ഭൂമിയിൽ താൽക്കാലികമായിട്ട് ദൈവം തന്ന ആ ദാനം നാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ നിലനിൽക്കുമ്പോൾ എപ്പോഴും നാം ഓർക്കൊണ്ടൊരു കാര്യം, ദൈവത്തിന് ദാനമായ ഒരു ദേശത്താണ് നാം ജീവിക്കുന്നത് എന്നാണ്. അപ്പോ അവിടെ എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, വിശ്വാസത്തിൽ അവർ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന്റെ കുട്ടികളായ ഇസഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തുന്നു. എത്ര അത്ഭുതകരമായ ഒരു വാക്യമാണ്. അപ്പൊ നമ്മുടെ ഗോത്രപിതാക്കന്മാര് അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാര് അവരായിരുന്ന ദേശത്തും അത് അവരുടെ സ്വന്തം ദേശമാണ്. അവർക്കിനി മറ്റൊരു ദേശമില്ല. ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഉദാഹരണമാണ് അത്. ഇതിനപ്പുറമായിട്ടൊരു അനുഗ്രഹം ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഒരിക്കലും ചിന്തിക്കാതെ ആ വാഗ്ദത്ത ദേശത്തും അവരെന്ത് ചെയ്തു? അവർ ദൈവശില്പിയായി പണിത അല്ലെ അടിസ്ഥാനമിട്ട ഒരു വാഗ്ദത്ത നഗരത്തിനായി അവര് കാത്തിരുന്നു. അപ്പൊ ഈ ഭൂമിയിൽ ഇന്ന് അനേക കാര്യങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ സമയവും ധനവും ബുദ്ധിയും ശാരീരികക്ഷമതയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് വിശ്രമിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ കൂടി സ്വന്തം കഴിവ് കൊണ്ടും അല്ലെങ്കിൽ തങ്ങളുടെ മുഷ്ടിബലം കൊണ്ടും തങ്ങളുടെ ആൾസ്വാധീനം കൊണ്ടും ഒക്കെ കൈവശപ്പെടുത്തി അല്ലെങ്കിൽ അതൊക്കെ തങ്ങൾ മറ്റുള്ളവരെ അപഹരിച്ചെടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കബളിപ്പിച്ച് എടുത്ത് സ്വത്തുണ്ടാക്കാനും അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടാക്കുവാനും വലിയ ആധുനിക രീതിയിൽ സുഖസമൃദ്ധമായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരിക്കലും ഈ ദേശം അല്ലെങ്കിൽ നാം അധിവസിക്കുന്ന ഈ ഭൂമി നമുക്കൊരിക്കലും സ്വന്തമല്ല, അത് ശാശ്വതമല്ല എന്നാണ്. അത് ദൈവം നമുക്ക് പഠിപ്പിക്കുന്നതിലുപരിയായിട്ട് പലപ്പോഴും ദൈവത്തിൻ്റെതായ ഇടപെടലുകൾ പ്രകൃതിയിലൂടെ പലപ്പോഴും സംഭവിക്കുമ്പോൾ ആ പ്രകൃതി നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അനേക കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രകൃതി നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രം ഉള്ള ഒന്നല്ല, അല്ലെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ള ഒന്നല്ല എന്നാണ്. അപ്പൊ ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങൾക്കും അധിവസിക്കുവാനും നമ്മളെപ്പോലെ തന്നെ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും ഉള്ള മറ്റ് ജീവജാലങ്ങൾക്കും ജീവിക്കുവാനുള്ള ഒരു വലിയ അവസരം ദൈവം നൽകിയിട്ടുണ്ട്. അതിനുള്ളതാണ് ഈ ഭൂമി എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ഒരു സ്നേഹത്തിലും ദൈവിക ഉപദേശങ്ങളോട് കൂടിയ സഹവർത്തിത്വത്തിലും സാഹോദര്യത്തിലും ജീവിക്കുവാൻ കഴിയുന്ന ഒരു മനോഭാവം ഉണ്ടെങ്കിൽ എത്രമാത്രം ദൈവം അത്തരം ജീവിതങ്ങളിൽ സന്തോഷമുള്ളവനാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. അതല്ല മനുഷ്യൻ സ്വാർത്ഥരായിട്ട് മറ്റുള്ളവരെ
ആ, കണക്കാക്കാതെ മറ്റുള്ളവരെ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാതെ മറ്റുള്ളവരുടെ വേദനകളോ പ്രയാസങ്ങളോ ഇല്ലായ്മകളോ കാണാൻ കഴിയാതെ സ്വന്തം താല്പര്യത്തിനും വളർച്ചയ്ക്കും അല്ലെ സ്വന്തം ഇഷ്ടത്തിനും അല്ലെ സ്വന്തം സുഖത്തിനും മാത്രമായിട്ട് പരിശ്രമിക്കുകയും ജീവിക്കുകയും മറ്റുള്ളവരുടെ അവസരങ്ങൾ കൂടി തട്ടിയെടുത്തുകൊണ്ട് അല്ലെ മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടതായ അനുഗ്രഹങ്ങൾ കൂടി അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടതായ മറ്റു ഭൗതിക സാഹചര്യങ്ങൾ കൂടി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായും ആരും ഇത് സ്വന്തമാക്കി ഒന്നും അനുഭവിക്കുന്നില്ല, അല്ലെ സ്വന്തമായിട്ട് എന്നേക്കും സൂക്ഷിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ സമയം കഴിയുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകേണ്ടവരാണ്. അപ്പൊ ഈ ഭൂമി ആർക്കാണ് അവസാനമായിട്ട് അല്ലെ സ്വന്തമാവുന്നത്? അപ്പൊ അതുകൊണ്ട് ഒരു മനുഷ്യനും, ഇവിടെ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഈ ഭൂമി സ്വന്തമായിട്ട് ഉപയോഗിക്കുവാനോ സ്വന്തമാണെന്ന് ചിന്തിക്കുവാനോ സ്വന്തമാക്കി വെക്കുവാനോ കഴിയില്ല എന്നത് വലിയ സത്യം ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണ് എന്ന് നമ്മൾ കാണുന്നു. മാത്രമല്ല നാം ഈ ഭൂമിയിൽ നമ്മൾ പലപ്പോഴും പറയാൻ നമ്മളൊരു യാത്രക്കാരാണ്. കവികൾ പോലും പലപ്പോഴും അതിനെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളൊരു അതിഥികൾ മാത്രമാണ്. നമ്മളിങ്ങനെ വന്നു, കുറച്ചു കാലം ഈ ഭൂമിയിൽ ജീവിച്ചു, നമ്മൾ മടങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെ കുറെ കാലം മാത്രം ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് അവസരം തന്നിട്ടുള്ള അതിഥികളാണ് നാം ഓരോരുത്തരും. എന്നാൽ ആ ഭൂമി ശാശ്വതമായിട്ട് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുമെന്നൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വാഗ്ദത്തത്തിന്റെ തടവുകാരും അല്ലെങ്കിൽ ആ ദൈവികമായിട്ടുള്ള വാഗ്ദത്തങ്ങളുടെ പിന്മുറക്കാർ, അല്ലെങ്കിൽ അത് നമ്മൾ പിന്തുടരുന്നവരാണ് എന്ന് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുമ്പോൾ, ആ വെല്ലുവിളി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ജനമായ ഇസ്രയേലിന് ഈ വാഗ്ദത്ത കനാൻ കൈവശമാക്കുവാൻ മാത്രമല്ല, ആ വാഗ്ദത്ത കനാനിലേക്കുള്ള അവരുടെ പ്രയാണത്തിനിടയിൽ അനേക യുദ്ധങ്ങൾ അവർക്ക് ചെയ്യേണ്ടി വന്നു, അനേക രാജ്യങ്ങൾ അവർ കടന്നു പോരേണ്ടി വന്നു, അനേക രാജാക്കന്മാരെ അവർക്ക് പരാജയപ്പെടുത്തേണ്ടി വന്നു, അനേക രാജ്യങ്ങളെ അവർ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവർ കടന്നു വന്ന ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെയൊക്കെയും നാം കാണുന്ന ഒരു കാര്യം, ഒരു സത്യം എന്ന് പറയുന്നത്, യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഈ ഇസ്രായേൽ ജനം യുദ്ധം ചെയ്തു മറ്റുള്ളവർ തോൽപ്പിച്ചു അല്ലെങ്കിൽ ഇവർ ജയിച്ചു എന്നല്ല. അവിടെയൊക്കെയും ആ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്തത് യഹോവ ദൈവമാണ് എന്ന് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു. ദൈവം അത് അവരോട് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യുമെന്ന് മോശ മുഖാന്തരം ദൈവജനത്തോട് അരുളി ചെയ്യുമ്പോൾ എത്രയോ യുദ്ധങ്ങൾ ഈ ജനത്തിന് വേണ്ടി ദൈവം നടത്തുകയും ആ യുദ്ധം അവർക്ക് വിജയമാക്കി കൊടുക്കുകയും ശത്രുക്കളെ കീഴടക്കുവാൻ സഹായിക്കുകയും അങ്ങനെ വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ കൊണ്ടുവരുവാൻ ഇടയായി തീരുകയും ചെയ്തു. മാത്രമല്ല, ഈ ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമകളായിരുന്ന സമയത്ത് പോലും ആ ദേശം അവർക്ക് ഒരുപക്ഷെ അവിടെ താമസിക്കുമ്പോൾ അവർക്ക് കൈവശമാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നത് എത്ര യാഥാർത്ഥ്യമൊരു കാര്യമാണ്. കാരണം അതിന് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അതായിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതി. അങ്ങനെയായിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എപ്പോഴെങ്കിലും ആ വാഗ്ദത്ത ദേശം കൈവശപ്പെടുത്തണമെങ്കിൽ അത് ദൈവകൃപയുടെ മാത്രമായിരിക്കണം, അവരുടെ സ്വന്തം പരിശ്രമത്തിലൂടെ ആവരുത് എന്ന് ദൈവത്തിന് അല്ലെങ്കിൽ ദൈവം അങ്ങനെ ചിന്തിച്ചു നിശ്ചയിച്ചിരുന്നു. അപ്പൊ അവരുടെ സ്വന്തം കയ്യാൽ, അവരുടെ സ്വന്തം ബലത്താൽ അവർ നേടി. പക്ഷെ പലപ്പോഴും അതിന് അവർക്ക് കഴിയുമായിരുന്നില്ല എന്നതും സത്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നും അവരെത്രമാത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നും ആ ദൈവത്തിലെ വിശ്വാസവും ആശ്രയവും അവരുടെ ശ്രമങ്ങളെ അതിന്റെ വിജയത്തിലേക്ക് നയിക്കുവാൻ ദൈവം സഹായിക്കുന്നു എന്നുള്ള തിരിച്ചറിവുകളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അവരങ്ങനെ അവരെ സഹായിക്കുന്ന, അവരെ മുൻപോട്ട് നയിക്കുന്ന, അവർക്ക് എപ്പോഴും താങ്ങും തണലുമായി ആശ്രയമായി അവർക്ക് എപ്പോഴും സങ്കേതമായി നിലകൊള്ളുന്ന യഹോവ നല്ലവനും വിശ്വസ്തനും തന്റെ ജനത്തോട് എപ്പോഴും സ്നേഹമുള്ള, അവരെ സഹായിക്കുന്ന, അവരെ വഴി നടത്തുന്ന ദൈവമാണ് എന്ന് പൂർണ്ണമായിട്ട് അവർ ഉൾക്കൊണ്ട് അവർ പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ് തീർച്ചയായിട്ടും അവർ ആഗ്രഹിച്ച അല്ലെങ്കിൽ ദൈവം അവർക്ക് നൽകാം എന്ന് വാഗ്ദത്തം ചെയ്ത ആ ദേശം അവർക്ക് ദാനമായിട്ട് നൽകുവാൻ ദൈവം ആഗ്രഹിച്ചത്. ഇവിടെ നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് അവിടെ കൊടുത്തിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. അപ്പൊ നോക്ക്, നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്
ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രം. അത് നമ്മുടെ തെരഞ്ഞെടുപ്പല്ല, അല്ലെങ്കിൽ നമ്മുടെ മഹത്വം കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മളിലുള്ള ഗുണഗണങ്ങൾ കൊണ്ടല്ല. അത് ദൈവത്തിന്റെ കൃപയാണ്. ആ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് നമുക്കത് അതിങ്ങനെയാണ്, അത് ദൈവം ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇന്ന വ്യക്തിയോട് ചെയ്യുന്നത് നമുക്ക് നിശ്ചയിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ദൈവത്തിന് ഒരു വ്യക്തിയോട് കൃപ തോന്നുമെങ്കിൽ അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ തീരുമാനമാണ്. അത് പലപ്പോഴും ദൈവം സംസാരിച്ചിട്ടുണ്ടല്ലേ, എനിക്ക് ഒരുവനോട് കൃപ തോന്നുമെങ്കിൽ ഞാൻ അവനോട് കൃപയുള്ളവനായിരിക്കും. ഒരുവനോട് അങ്ങനെ തോന്നില്ല എങ്കിൽ അത് ദൈവത്തിന്റെ തീരുമാനം, ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഒരു വ്യക്തിക്ക് കൃപ അവകാശപ്പെടുവാൻ കഴിയില്ല, അത് ക്ലെയിം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കത് ആവശ്യമാണെന്ന് പറയാൻ കഴിയില്ല. അത് തീരുമാനിക്കുന്നത് ദൈവമാണ്. ഇപ്പോൾ ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, നീ അവരുടെ ദേശം കൈവശമാക്കുവാൻ ചെല്ലുന്നത് നിന്റെ നീതി നിമിത്തവും നിന്റെ ഹൃദയ പരമാർത്ഥത കൊണ്ടും അല്ല. അപ്പൊ ഇതൊക്കെ എന്താ നമ്മൾ പറയുന്നത്? ഇപ്പം ഈ വാഗ്ദത്തം ഞാൻ കൈവശമാക്കുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലുള്ള മറ്റെന്ത് കാര്യങ്ങളും നമുക്ക് കരസ്ഥമാക്കുവാനോ നമുക്ക് നേടുവാനോ, അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സമാധാനപരമായ സന്തോഷപൂർണമായ ഒരു ജീവിതം തന്നെ നമുക്ക് നയിക്കുവാനും, നമ്മുടെ ദൈനംദിന ജീവിതം അതുപോലെ ദൈവത്തിൽ അധിഷ്ഠിതമായി സമാധാനത്തോടും സ്വസ്ഥതയോടുമുള്ള ഒരു ജീവിതമായി നമുക്ക് അത് അനുഭവിക്കുവാനും അത് ആസ്വദിക്കാനും കഴിയുമെങ്കിൽ തന്നെ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ യാതൊരുവിധ പ്രത്യേകതകൾ കൊണ്ടല്ല. ഇവിടെ ആവർത്തനം 2:5 പറഞ്ഞതുപോലെ അത് നമ്മുടെ നീതി നിമിത്തമോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ പരമാർത്ഥത കൊണ്ടൊന്നും അല്ല. പലപ്പോഴും നമുക്കറിയാം നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഹൃദയത്തിന്റെ പരമാർത്ഥതയൊക്കെ അത് ദൈവം പാകെ ഒന്നുമല്ല. അതൊരുപക്ഷെ നമുക്ക് മനുഷ്യനോട് പറയാൻ കഴിയുമായിരിക്കാം, നമ്മുടെ ന്യായങ്ങളും നമ്മുടെ വിശദീകരണങ്ങളും നമ്മുടെ അല്ലെങ്കിൽ അതിനോടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയും. പക്ഷെ അതൊന്നും നമുക്ക് ദൈവത്തിന് മുമ്പാകെ നിരത്തി വെക്കാൻ കഴിയില്ല. കാരണം ആ ദൈവം പാകെ നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ ആവുന്ന നമ്മളോട് പറയുമ്പോൾ, നാം അതെടുത്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും ദിവസം നമ്മൾ ലജ്ജിതരായി തീരുകയാണ് ചെയ്യുന്നത്. അതിന് നാം മുതിരുന്നത് ഒരുപക്ഷെ ദൈവത്തോട് പാപം ചെയ്തതിന് തുല്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ആ ഇസ്രായേൽ ജനം ഈ വാഗ്ദത്ത കനാന് വേണ്ടി ഒരു വെല്ലുവിളി നടത്തുവാനോ അല്ലെങ്കിൽ ഒരു യുദ്ധം പ്രഖ്യാപിക്കുവാനോ, അങ്ങനെ ആ ജനത്തെ അല്ലെങ്കിൽ ഇസ്രായേലിനെ അവിടെയുള്ള ഇസ്രായേൽ ദേശത്തുള്ള ജനങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ കഴിവുകൊണ്ടോ ഞങ്ങളുടെ അല്ലെങ്കിൽ ഭുജബലം കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ധൈര്യം കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരുക്കം കൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ സൈന്യബലം കൊണ്ട് ഞങ്ങളിത് കീഴടക്കി ഞങ്ങൾ സ്വന്തമാക്കി എന്ന് പറയുവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെല്ലുവിളിക്ക് ഒരിക്കലും ദൈവജനമായ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ അവർക്ക് അത് പറയുവാനോ അവകാശപ്പെടുവാനോ കഴിഞ്ഞിരുന്നില്ല. കാരണം ദൈവത്തിന്റെ കൃപ എന്ന് മാത്രമായിരുന്നു ആ ജനത്തിന് അതിനുവേണ്ടി ഒരുക്കിയതും. അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് എപ്പോഴാണ് ദൈവത്തിനത് ബോധ്യമാവുന്നത്, ആ സമയത്താണ് ആ ജനത്തെ ആ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തത് എന്ന് നമ്മളുടെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ ദാനം ആസ്വദിക്കാൻ ഇസ്രായേലിയർക്ക് വേണ്ടി ആ ജീവിക്കുന്നവരുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവർ ഏറ്റെടുക്കണമായിരുന്നു. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദേശത്ത് നമ്മൾ വസിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ദാനം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സമ്മാനം ഏറ്റെടുത്തുകൊണ്ട് നാം അവിടെ വസിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ദാനം ലഭിച്ചു, ഒരു സമ്മാനം ലഭിച്ചുവെങ്കിൽ തീർച്ചയായും അതിനോട് ഒരു ഉത്തരവാദിത്തമുള്ളവരായിട്ട് നമ്മൾ മാറും. പലപ്പോഴും പല വ്യക്തികൾക്കും പുരസ്കാരങ്ങളും സമ്മാനങ്ങളൊക്കെ അവരുടേതായ പ്രവർത്തനങ്ങൾക്കോ അല്ലെ അവരുടേതായ മികവിനോ അവരുടേതായ പുതിയ നേട്ടങ്ങൾക്കൊക്കെ അങ്ങനെ പുരസ്കാരങ്ങൾ നൽകി സമ്മാനങ്ങൾ നൽകി ഇവരെ ആദരിക്കാറുണ്ട്. അപ്പോൾ ആ സമ്മാനങ്ങൾ സ്വീകരിക്കുമ്പോൾ പലപ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് കൂടുതൽ എന്നെ ഉത്തരവാദിത്തമുള്ളവനാക്കുന്നു, എന്നെ കുറെ കൂടി എൻ്റെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയുവാനും കുറെ കൂടി ശ്രദ്ധയോടും ജാഗ്രതയോടും പ്രവർത്തിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ എനിക്കത് ഒരു ഉൾക്കാഴ്ച നൽകുന്നു എന്നൊക്കെ പറയാം. എന്താണ് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദൈവത്തിൻ്റെതായ ദാനം നാം സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ദൈവം നൽകിയ ഒരു ദാനവും സമ്മാനവുമാണ് എൻ്റെ അല്ലെങ്കിൽ ഞാൻ വസിക്കുന്ന ഈ ദേശം, ഈ ഭൂമി അല്ലെങ്കിൽ ഈ അനുഗ്രഹം എന്ന് മനസ്സിലാക്കി ആ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ ജീവിക്കാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ഒരു ബാധ്യത നമുക്കുണ്ട്. അത് നേരത്തെ പറഞ്ഞത് ജാതികളുടെ ഇടയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തി കണ്ടിട്ട് മറ്റുള്ളവർക്ക് ദൈവത്തെ അറിയുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും മറ്റുള്ള ഭാഗം നന്നായിരിക്കണം എന്ന് പറഞ്ഞൊരു വാക്യവും പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു വാർഷികത്തെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ജൂബിലിയെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ അവിടെ നമ്മൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം ഒരു യോവേൽ വർഷം അല്ലെങ്കിൽ ദൈവജനത്തിന് നൽകിയിരുന്നു, അല്ലെങ്കിൽ ജൂബിലി നൽകിയിരുന്നു. അത് നമുക്കറിയാം, പലപ്പോഴും ഭൂമിയെ സംബന്ധിച്ചും
ഭൂമിയിലെ കൃഷികളെ സംബന്ധിച്ചും ഭൂമിയുടെ അവകാശത്തെ സംബന്ധിച്ചും പല കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മോശ മുഖാന്തരം ദൈവം തന്റെ ജനത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അപ്പോൾ 6 വർഷം നമ്മൾ ഭൂമിയിൽ കൃഷി ചെയ്യുന്നു. 7ാമത്തെ വർഷം നമ്മൾ ആ ഭൂമി തരിശിടുന്നു. അത് യോബേൽ വർഷമായിട്ട് നമ്മൾ കണക്കാക്കുന്നു, അല്ലെങ്കിൽ ജൂബിലിയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അന്ന് നമ്മൾ ഒരു കൃഷിയും ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരു വ്യക്തി തന്റെ നിലം മറ്റൊരാൾക്ക് കൊടുത്തുവെങ്കിൽ 6 വർഷം ആ വ്യക്തിക്ക് ആ നിലം സ്വന്തം അല്ലെങ്കിൽ സൂക്ഷിക്കാം. 7ാം വർഷം അത് മടക്കി നൽകണം. അതുപോലെ അങ്ങനെ വിശദാംശങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മൾ കൃഷി ചെയ്യുന്നതിൽ, അതിന്റെ ഫലം എടുക്കുന്നതിൽ, അതുപോലെ നമ്മൾ സ്ഥലം നമ്മൾ കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നതിൽ, അതുപോലെ മറ്റ് സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എത്രമാത്രം നീതിയോടും ന്യായത്തോടും കൂടി ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന ഒരു വലിയ പാഠം കൂടി ഇതിലൂടെ ദൈവത്തിന്റെ ജനത്തെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാം പലപ്പോഴും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നാം പഠിക്കാൻ ശ്രമിക്കാത്ത ഒത്തിരി ധാർമ്മികമായ നിയമങ്ങളും ഉപദേശങ്ങളും ഈ അവസ്ഥകളിലൂടെ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൂടെ അല്ലെങ്കിൽ ഒരു നിബന്ധനകളിലൂടെ, ഈ നിയമങ്ങളിലൂടെ ദൈവത്തിന്റെ ജനത്തെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഈ ദൈവത്തിന്റെ ജനത്തിന് അല്ലെങ്കിൽ ഇസ്രായേലിന് കനാൻ ദേശം വിഭാഗിച്ച് കൃത്യമായിട്ട് കൊടുക്കാൻ തന്നെ കാരണം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അതല്ലെങ്കിൽ ചില പ്രമാണികളുടെയോ ചില പ്രഭുക്കന്മാരുടെ മാത്രം കൈവശത്തിൽ അത് വന്ന് അവർ മാത്രം അത് അനുഭവിക്കാൻ എടുക്കാൻ ഇടയായി തീരരുത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ നോക്കുക, ദൈവം എത്ര ന്യായത്തോടും നീതിയോടും കൂടിയാണ് മോശയ്ക്ക് ആ നിർദ്ദേശം നൽകുവാൻ കാരണം ദൈവം നിർദ്ദേശപ്രകാരം ആ കനാൻ ദേശം ഓരോ ഗോത്രങ്ങളും ഭാവിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ അത് കുറച്ച് വ്യക്തികളുടെ മാത്രം കൈവശമായിട്ടത് നിലനിൽക്കുകയും മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ലഭിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാനാണ് കൃത്യമായിട്ട്. അപ്പോൾ ഒരു സമത്വത്തിന്റെ, ഒരു തുല്യതയുടെ, ഒരു സമഭാവനയുടെ ഒരു വലിയ ആദർശം, ഒരു വലിയ പാഠം നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ ലേവ്യർ 25:25 പറയുന്നത്, നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് വിറ്റത് വീണ്ടു കൊള്ളുവാൻ അവന് അവസരം നൽകണം, അല്ലെ അവസരം ഉണ്ട്. അതൊരു വ്യവസ്ഥയായിരുന്നു. ഇതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷി ചെയ്യുന്നതും കൃഷി എടുക്കുന്നതും ഭൂമി ധരിച്ചിടുന്നതും സ്ഥലം വിറ്റാൽ അത് മടക്കി കൊടുക്കുന്നതും ഒരു അടിമയെ സ്വതന്ത്രമാക്കി വിടുന്നതും, അല്ല എത്ര കാലം ഒരു അടിമയ്ക്ക് ഒരു ഉടമസ്ഥനോടുകൂടി നിൽക്കുവാൻ അല്ലെങ്കിൽ നടത്തുവാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഒത്തിരി സാമൂഹ്യ നീതിയോട് ബന്ധപ്പെട്ടതും തുല്യതയോട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ ഒരു സമത്വത്തിന്റെ ഒരു അനുഭവവും അല്ലെങ്കിൽ ഒരു ആദർശവും നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ ദരിദ്രനും സമ്പന്നനും തൊഴിലുടമയും അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുടെ തൊഴിലാളിയും ഒക്കെ അവരുടേതായ അവകാശങ്ങൾ ഉള്ളവരും ആ അവകാശങ്ങൾ പാലിക്കപ്പെടേണ്ടതും ആ അവകാശങ്ങൾ അനുഭവിക്കുവാൻ ഒരു യോഗ്യരുമാണ് എന്ന ഒരു വലിയ തത്വം കൂടി നമ്മളുടെ മനസ്സിലാക്കും. അതാണ് ദൈവത്തിന്റെ കൃപയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊരു പക്ഷേ മറ്റുള്ളവർ പഠിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കാത്തതോ കാര്യങ്ങളായിരിക്കും. പലപ്പോഴും ദൈവവചനം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ആത്മീയമായ ഒരു ചിന്ത അല്ലെ ആത്മീയമായിട്ടൊരു ജീവിതം അതിലേക്ക് മാത്രം വിരച്ചുകൊണ്ടുന്ന കാര്യങ്ങളും ഉപദേശങ്ങളുമാണെന്ന് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി സാമൂഹ്യ നീതികളും നീതിബോധങ്ങളും അതുപോലെ സമത്വത്തിന്റെയും തുല്യതയുടെയും ഒക്കെ വലിയ പാഠങ്ങൾ ഈ ഭാഗങ്ങളിലൂടെ ദൈവം പഠിപ്പിക്കുന്നു എന്നതും നമുക്ക് മറന്ന് അല്ലെങ്കിൽ നമുക്കത് അവഗണിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ ദൈവകൃപ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്കും ദൈവം നൽകുവാൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ദൈവമാണ്, അല്ലെങ്കിൽ മനുഷ്യനത് പ്രാപിക്കുവാൻ ദൈവം അവസരം കൊടുക്കുന്നു. എന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അത് പ്രാപിക്കുവാനും ആ ദൈവത്തിന്റെ കൃപയിലും ദൈവത്തിന്റെ ദാനത്തിലും ദൈവത്തിന്റെ ഇഷ്ടത്തിലും നമുക്ക് നിലനിൽക്കുവാനും ആ ദൈവപ്രീതിയിൽ ജീവിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അനുഭവിച്ച് അത് ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടെ നല്ല പ്രവൃത്തികൾ നമ്മൾ സമൂഹത്തിൽ ചെയ്ത് ദൈവം തരുന്ന ദാനവും സമ്മാനവും അനുഭവിച്ച് ദൈവമക്കളായിട്ട് ദൈവനാമ മഹത്വപ്പെടുവാൻ ജീവിക്കുമ്പോഴാണ് നാം തീർച്ചയായും ദൈവത്തിന്റെ മക്കളായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഭൂമിയുടെ പുനഃസ്ഥാപനത്തെ സംബന്ധിച്ചാണ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടന്നു വരുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേലിയർ തങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയുകയും അനുദപിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ
ദൈവം തന്റെ വാഗ്ദാനം വീണ്ടും നിറവേറ്റി എന്ന് നമ്മൾ കണ്ടു. മാത്രമല്ല പ്രവാസത്തിന് ശേഷം ഭൂമിയിൽ വീണ്ടും സ്ഥിരതാമസമാക്കുകയും ഇസ്രയേലിനെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുമെന്ന വാഗ്ദാനവും ദൈവം അങ്ങനെ തന്നെ ചെയ്തു. പുരാതന ഇസ്രയേലിനോടുള്ള എല്ലാ വാഗ്ദത്തങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നത്, അതിന്റെ അന്തിമ പൂർത്തീകരണം എന്ന് പറയുന്നത്, അത് പുരാതന ഇസ്രയേൽ ആയാലും ആത്മീയ ഇസ്രയേൽ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലും അത് ഏറ്റവും ആത്യന്തികമായിട്ട് പൂർത്തീകരിക്കപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും ആ വാഗ്ദാനങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുകയും അല്ലെങ്കിൽ നിറവേറ്റപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പൊ ഈ ദൈവത്തിലൂടെ തന്റെ ജനത്തിന് നൽകിയ വാഗ്ദത്തങ്ങളുടെ, അനുഗ്രഹങ്ങളുടെ, അവകാശങ്ങളുടെ ആത്യന്തികമായ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. കാരണം അതിനെ ഉറപ്പിക്കുവാനും അതിനെ പുനഃസ്ഥാപിക്കുവാനും അതിനെ പൂർത്തീകരിക്കുവാനും അവകാശം കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമാണ്. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ് അത് ആത്യന്തികമായിട്ട് സ്ഥാപിക്കപ്പെടുന്നതും പൂർത്തീകരിക്കപ്പെടുന്നതും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 2 കൊരിന്ത്യർ 1:20 വായിക്കുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവൻ എന്നത്രേ, അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. അപ്പോ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അത് അങ്ങനെ തന്നെയാണ്. അതിനൊരിക്കലും മാറ്റം ഉണ്ടാകുകയില്ല, അതിന് വ്യത്യാസവും ഉണ്ടാകുകയില്ല, അത് മറ്റൊരു വിധത്തിലും ആയിത്തീരുന്നില്ല. ദൈവം എന്ത് അരുളി ചെയ്തു അത് നൽകുകയും അത് പ്രാവർത്തികമാകുകയും അത് സാധിക്കുകയും ചെയ്യും. അതൊരു വ്യത്യാസവും ഇല്ല, അതിനൊരിക്കലും മാറ്റം ഉണ്ടാകുകയും ചെയ്യില്ല. അത് നാം സ്വീകരിക്കുവാൻ യോഗ്യരായി തീരുമ്പോൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുക, നന്ദി പറയുക, അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവകൃപയിൽ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കപ്പെടണം എന്നും ഞാൻ പറയുന്നു. ഇപ്പോ ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവജനത്തിന് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും അവസാന പൂർത്തീകരണം കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുള്ള അധികാരം ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. കാരണം ഈ ലോകത്തെ നേടുവാനും ദൈവത്തിന്റെ ആഗ്രഹപ്രകാരം നിത്യനാശത്തിലേക്ക് ലംഘനം മൂലം വീണുപോയ മനുഷ്യരാശിയെ വീണ്ടും അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, അവർക്ക് യാഗമായി തീരുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട തന്റെ ഏകജാതൻ തന്റെ ക്രൂശുമരണം മുഖാന്തരം ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുവാനുള്ള അവസാന വാഗ്ദത്തം അല്ലെങ്കിൽ അവകാശം, അനുഗ്രഹം കർത്താവിലൂടെ നൽകപ്പെടുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ കർത്താവ് തന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ശാശ്വതമായി ദൈവം അവർക്ക് നൽകും എന്ന് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത ഭൂമിയിൽ ഒന്നിച്ച് വസിക്കുവാനുള്ള ആ ഒരു വലിയ സുദിനം വരുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ട് എന്നേക്കുമായിട്ട് സ്ഥാപിക്കപ്പെടുന്നത്. അവിടെയാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം, ഇതിന്റെ സൃഷ്ടാവ് എന്ന നിലയിൽ ദൈവം തൻ്റെ മക്കൾക്ക് ശാശ്വതമായി നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ എത്ര വലിയൊരു ആശയം അല്ലെങ്കിൽ വലിയൊരു പാഠമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കുന്നത്. ഈ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഒരുപക്ഷെ ചിന്തിക്കുന്നില്ലായിരിക്കാം. ഈ ലോകമുണ്ട്, ഭൂമിയുണ്ട്, അനേക മനുഷ്യർ ജീവിക്കുന്നു, മരിച്ചു പോകുന്നു, അനേക കാര്യങ്ങൾ സംഭവിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തു വരുമെന്ന് വിശ്വസിക്കുന്നു.
കുറച്ചുപേർ അത് പ്രസംഗിക്കുകയും കുറച്ചുപേർ കേൾക്കുകയും ചെയ്യുന്നു, കുറച്ചുപേർ വിശ്വസിക്കുന്നു, കുറച്ചുപേർ അവഗണിക്കുന്നു. നമ്മളിതിങ്ങനെയൊക്കെ ഓരോ ദിവസവും കണ്ട് കേട്ടു പോകുന്ന ഒരു ദൈനംദിന ജീവിതാനുഭവങ്ങളായിട്ട് അല്ലെങ്കിൽ സംഭവങ്ങളായിട്ട് തന്നെ കാണുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ ഇത്രമാത്രം വളരെ ഗഹനമായ ആഴമായ ചിന്തകളും ഉപദേശങ്ങളും ഉണ്ട് എന്ന് നമുക്ക് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയും. ദൈവം പറഞ്ഞിട്ടുള്ള വാക്കുകളും വാക്തത്വങ്ങളും ഒരിക്കലും അതിന് മാറ്റം വരുന്നില്ല. ദൈവം ഒരിക്കലും അത് ലംഘിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും ദൈവം അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ ആ ചെയ്യുമ്പോൾ അതിന്റെ അവസാനമായ പൂർത്തീകരണം എന്ന് പറയുന്നതും അവസാനമായ അതിന്റെ സ്ഥിരീകരണം എന്ന് പറയുന്നതും അവസാനമായ അവകാശം എന്ന് പറയുന്നതും ആ അവകാശത്തിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ ജനവിഭാഗം ആരാണെന്നുള്ളതും ദൈവത്തിന്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെടുകയും തീരുമാനിക്കപ്പെടുകയും അങ്ങനെ കർത്താവ് യേശുവിനോട് ചേർന്നുകൊണ്ട് ഈ ദൈവത്തിന് ദാനമായ ദൈവത്തിന് സൃഷ്ടിയായ ഈ ഭൂമി തന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകും എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ എത്രമാത്രം ഈ ഭൂമിക്ക് ദൈവം ഉടമസ്ഥനും ആ ഭൂമിയുടെ അവകാശികൾ യഥാർത്ഥമായിട്ട് ആരായിരിക്കണമെന്ന് ദൈവം തീരുമാനിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഭൂമിയിലെ വിശ്രമം അല്ലെങ്കിൽ സമൃദ്ധി, ക്ഷേമം എന്നിവയെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനങ്ങളുടെ ആത്യന്തിക പൂർത്തീകരണം പാപത്തിൽ നിന്നും അതിന്റെ അനന്തരഫലങ്ങളിൽ നിന്നും നമ്മളെ മോചനം നേടി ഒരു പുതിയ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ അല്ലെങ്കിൽ ഒരു ഭൗതികഭൂമിയിലേക്ക് നമ്മളെ നടത്തുവാൻ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ 1000 വർഷത്തെ വാസത്തിന് ശേഷം ഭൂമിയിൽ ദൈവത്തിന് എന്ത് രാജ്യം സ്ഥാപിക്കും, ഭൂമിയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളുടെയും ആത്യന്തിക പൂർത്തീകരണം അതായിരിക്കും എന്നാണ്. അപ്പോൾ കർത്താവിനോട് കൂടി ദൈവത്തിന്റെ മക്കൾ 1000 വർഷം ജീവിക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഈ ഭൂമിയുടെ നിത്യ അവകാശമായിട്ട് ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുവാൻ തന്റെ ജനത്തിന് കഴിയും. ഒരുപക്ഷെ പലർക്കും പെട്ടെന്ന് അംഗീകരിക്കുവാനോ മനസ്സിലാക്കുവാനോ ഉൾക്കൊള്ളുവാനോ കഴിയുന്നൊരു ചിന്ത ആയിരിക്കില്ല. എന്നാൽ ദൈവജനത്തിൽ വിശ്വസിക്കുകയും ഇതിന്റെ വാഗ്ദാനങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മക്കൾക്ക് അത് വലിയ പ്രയാസമായിട്ടോ വലിയ സംഭവിക്കാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണെന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച്, ദൈവത്തിന്റെ ജനങ്ങളെ സംബന്ധിച്ച്, ദൈവത്തെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച്, വാഗ്ദാനങ്ങൾ നിലനിൽക്കുന്നവരെ സംബന്ധിച്ച്, പ്രത്യാശ ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു വലിയ വാഗ്ദത്തം അവര് മുന്നിൽ കണ്ടുകൊണ്ട് അവസാനമായിട്ട് ദൈവം ഒരുക്കുന്ന ആ ശാശ്വതമായ അവകാശത്തിലേക്ക്, നിത്യരാജ്യത്തിലേക്ക് തങ്ങളുടെ രക്ഷകനായ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയുടെ രാജാവായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥനായിട്ട് ഉദ്യമനായിട്ട് കടന്നു വന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ അവകാശം അവൻ ഭാഗിച്ചു കൊടുക്കുമ്പോൾ ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശങ്ങളായിട്ട് അവർ മാറുകയും ആ അവകാശത്തിൽ ദൈവത്തോടു കൂടി കർത്താവ് യേശുക്രിസ്തു കൂടി ഒന്നിച്ച് വസിക്കുന്ന ഒരു നല്ല സമയം, ഒരു സുദിനം ഉണ്ടാകുകയും ചെയ്യും. അതിനായിട്ടാണ് ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നതും പ്രത്യാശിക്കുന്നതും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു വലിയ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക്, ആ ഒരു വലിയ മഹത്വ ദിനത്തിന്റെ ആഗമനത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി കാത്തിരിക്കുവാനും നമ്മുടെ നല്ല പ്രവൃത്തികൾ ഈ ലോകത്തിലുള്ള മറ്റുള്ളവരെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ഒരു പ്രേരണ നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്ക് ലഭിച്ചുകൊണ്ട് അത്തരത്തിൽ ജീവിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ദിനംതോറും ശക്തിയിരിക്കും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഭാഗം ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാറാവട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നൽകുകയുമേ തിരുനാമത്തിനായി വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ ചിന്തിച്ച പാഠഭാഗത്ത് അടിയങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അടിയങ്ങൾ ആരാകുന്നു, ഈ ഭൂമി ആർക്കാണ് അവകാശമായി തീരുന്നത്, ഈ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ആർക്കാണ്, അടിയങ്ങളൊക്കെ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അപ്പോസ്തലൻ പൗലോസും അനേക ദൈവത്തിന്റെ മക്കളും തങ്ങളുടേതായ ജീവിത അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പറഞ്ഞു കേട്ടുള്ള കാര്യങ്ങൾ അടിയങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അന്യരും പ്രദേശികളുമായി അടിയങ്ങളിലൂടെ കഴിയുമ്പോൾ അടിയങ്ങൾക്ക് ശാശ്വതമായ ഒരു അവകാശം ലഭിക്കുവാൻ യോഗ്യതയുള്ളവരായിട്ട് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവത്തെ പരിശുദ്ധാത്മാവ് ദിനംതോറും അടിയങ്ങളെ ശക്തീകരിക്കാൻ ബലപ്പെടുത്തുവാനും ആ കർത്താവിന്റെ ആ മഹത്വ പ്രതിഷ്ഠിത ദിനത്തിൽ ഞങ്ങൾ കൽപ്പിക്കാൻ പോകുന്ന ആ വലിയ അവകാശത്തെ ഓർത്തുകൊണ്ട് പ്രത്യാശയോടെ
ഈ ലോക ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള വിശ്വാസവും ആത്മീയ ധൈര്യവും നമുക്ക് പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാനും ദൈവമക്കളായി ദിനം തുറന്നു വെക്കാനും ആരെങ്കിലും അവിടുന്ന് സഹായിക്കണം. പാഠപഠനത്തെ സംബന്ധിച്ച് പാഠം പഠിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കൃപയിൽ കാത്തുകൊള്ളണം, പരിപാലിക്കണം, അനുഗ്രഹത്താൽ നിറയ്ക്കണം, ആവശ്യങ്ങളെല്ലാം കൂടിയിരിക്കണം. മാനവത്വ കർത്താവ് എടുക്കണം. രണ്ടിൽ കാറ്റും എന്ന യേശു നാം ചോദിക്കുമ്പോൾ കൂടെ നല്ല ദൈവമേ, ആമേൻ.